ഹായ്, ഇന്ന് ഞാനൊരു പുതിയ വിളയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതുവരെ പറയാത്ത ഒരു വിളയെക്കുറിച്ച്. അങ്ങ് ചീമേന്ന് വന്ന ഒരു വിള. ചീമ എന്ന് പറഞ്ഞാൽ വിദേശം എന്ന് അർത്ഥം. അപ്പോൾ വിദേശത്ത് നിന്ന് വന്ന നമ്മുടെ നാട്ടുകാരനായി മാറിയ ഒരു വിളയെക്കുറിച്ചാണ് പറയുന്നത്. പണ്ട് മുതലേ നമ്മുടെയൊക്കെ പറമ്പുകളിലുണ്ട്. അപ്പം പണ്ട് മുതലേ എന്ന് പറയുമ്പോൾ തന്നെ വിദേശിയാണ് ഇവിടെ വന്ന് നാട്ടുകാരനായത് ആണെന്ന് മനസ്സിലായല്ലോ. ഇതിൻ്റെ ഒരു കായ ഉണ്ടെങ്കിൽ ഇപ്പം നിലവിൽ ഒരു 100-120 രൂപ കിട്ടും. അത്തരത്തിലുള്ള വളരെ ആദായകരമായ ഒരു വിള അതിൻ്റെ ഒന്നോ രണ്ടോ എണ്ണം നമ്മുടെ കൃഷിഭൂമിയിലുണ്ടെങ്കിൽ ഒരു അധിക വരുമാനം. നമ്മുടെ ഇപ്പോൾ തെങ്ങുണ്ട്, തെങ്ങിൻ്റെ കൂടെ കുരുമുളകുണ്ട്, കമുകുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സാധനം കൂടി ഉണ്ടെങ്കിൽ, ഈ ഒരു വിള കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വർഷത്തിൽ 2 തവണ വിളവെടുക്കാൻ പറ്റുന്ന ഒരു വിളയാണ്. ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിനെ ശീമപ്ലാവെന്നും കടപ്ലാവെന്നും പല പേരിൽ അറിയുന്നത്. ഇത് ശീമേന്ന് വന്നാണ്. ശീമേന്ന് പറയുമ്പോൾ പിന്നെ മലായ് ദ്വീപസമൂഹങ്ങൾ, പടിഞ്ഞാറൻ പസഫിക് ദ്വീപസമൂഹങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു വിളയായിരുന്നു. ഇതിനെ പോർച്ചുഗീസുകാർ ഏതാണ്ട് 18-ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ ഇന്ത്യയിലെത്തിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ദക്ഷിണേന്ത്യ മുഴുവൻ, അതായത് ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞാൽ കർണാടക, തമിഴ്നാട്, പിന്നെ നമ്മുടെ തെലുങ്കാന, ഗോവ, നമ്മുടെ കേരളം, ഈ ദക്ഷിണേന്ത്യ മുഴുവൻ വ്യാപിച്ച് വളർന്ന ഒരു വിളയാണ് ശീമപ്ലാവ് എന്ന് പറയുന്ന ഈ സാധനം. അപ്പോൾ ഈ ശീമപ്ലാവ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ പ്ലാവിൻ്റെയും പിന്നെ ആഞ്ഞിലിയുടെയൊക്കെ കുടുംബക്കാരന്, മൊറേസിയ എന്ന് പറയുന്ന സസ്യകുടുംബത്തിൽപ്പെട്ടാണ് ഇതെല്ലാം. ഈ കടപ്ലാവിനെ കുറിച്ച് പലരും അവഖ്യാതി പറയുന്ന ഞാനും കേട്ടിട്ടുണ്ട്. കടപ്ലാവ് നട്ടാൽ വീട്ടിൽ കടം കയറുമെന്നാണ്. അതൊക്കെ വെറുതെ കേട്ടോ. കടം ഉണ്ടെങ്കിൽ കടം വീട്ടാൻ കുറച്ച് കാശ് ഇതിൽ നിന്ന് കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ കൃഷിയും മറ്റു കാര്യങ്ങളും എന്നുള്ള വിശേഷങ്ങളാണ് ഇനി ഞാൻ പറയുന്നത്. മിക്ക പറമ്പിലും 1-2 എണ്ണമെങ്കിലും നട്ടുകൊണ്ട് വർഷത്തിൽ 2 തവണ വിളവെടുക്കാൻ കഴിയുന്ന ഒരു വിളയാണ്. ഒന്ന് മാർച്ച് മുതൽ മെയ് വരെ അവസാനിക്കുന്ന ഒരു വിളവെടുപ്പ് കാലം. പിന്നെ കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ മാസങ്ങളിൽ നീളുന്ന രണ്ടാമത്തെ വിളവെടുപ്പ്. അങ്ങനെ 2 തവണ ഇത് പൂക്കുകയും ചെയ്യും. അപ്പം ഇത് ദ്വിലിംഗ, അതായത് ആൺപൂക്കളും പെൺപൂക്കളും ഉള്ള ഒരു വൃക്ഷമാണ്. ഇത് കാണുന്നത് ആൺപൂക്കളാണ്, ഇത് ആൺപൂവാണ്. അപ്പോൾ ഒരേ മരത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ട്. കാറ്റ് വഴിയാണ് ഇതിൻ്റെ പരാഗണം നടക്കുന്നത്. കാറ്റ് വഴി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കാറ്റ് വഴിയാണ്. പിന്നെ ഇതിൻ്റെ ഉണങ്ങിയ തിരി താഴെ വീണ് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അടത്തിയിട്ട് ഇത് കത്തിച്ച് വെച്ചാൽ, വീട്ടിൽ കത്തിച്ച് വെച്ചാൽ ഈ കൊതുക് വരാതിരിക്കും. കൊതുശല്യം കുറയ്ക്കാൻ നല്ലൊരു സാധനമാണ് ഈ ആൺപൂ. ഇത് നമ്മൾ പണ്ട് കാലത്ത് ആഞ്ഞിലിയുടെ തിരി ഇതുപോലെ കത്തിക്കാറില്ലേ, അതേപോലെ തന്നെ ഇതിൻ്റെ ഈ തിരിയും നമുക്ക് വേണമെങ്കിൽ കത്തിക്കാൻ കഴിയുന്നതാണ്. ഒട്ടേറെ പ്രത്യേകതകൾ ഈ ശീമപ്ലാവിനുണ്ട്. ഇതിൻ്റെ തടിയുണ്ടല്ലോ, തടി വളരെ ഭാരം കുറവും ചെതല് കയറാത്തതുമായതുകൊണ്ട് സംഗീത ഉപകരണങ്ങൾ ഉണ്ടാക്കാനായിട്ട് വിദേശങ്ങളിലൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു തടിയാണ് ഇതിൻ്റെ ഈ തടി. നമ്മുടെ ഫർണിച്ചർ വരെ ഉണ്ടാക്കാൻ അവരുപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം ഒട്ടേറെ പ്രത്യേകതയുള്ള ഈ വിളയെ സത്യത്തിൽ മലയാളി ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ എന്തായാലും ശരി, എനിക്ക് പറയാനുള്ളത് ഇതേലെ 1-2 എണ്ണം നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്യണം. ശീമപ്ലാവിൻ്റെ നടീൽ രീതി അത് മറ്റേതൊരു വിളയും പോലെ തന്നെ ഇതിന് നല്ല വെയിൽ വേണം. നല്ല വെയിലുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുക്കണം. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കളിമണ്ണാവരുത്, ചെളിമണ്ണാവരുത്, ഉപ്പുമണ്ണാവരുത്, അതേപോലെ തന്നെ പാറക്കെട്ടുള്ള പ്രദേശമാവരുത്, അല്ലാതുള്ള പ്രദേശം. ആ പ്രദേശങ്ങളിൽ നമ്മൾ നല്ല വെയിലുള്ള, നമ്മുടെ പറമ്പിൽ എവിടെയാണെന്ന് വെച്ചാൽ വെയിലുള്ള ഇടം നോക്കിയിട്ട് ഇത് നടണം. നടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 1 മീറ്റർ ആഴത്തിലുള്ള കുഴി തന്നെ എടുക്കണം. നല്ല ആഴത്തിൽ തന്നെ ഇത് കുഴിയെടുക്കണം. 1 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്തിട്ട് അതിൻ്റെ 1/4 ഭാഗം മേൽമണ്ണും ഇട്ട് അതിൽ 1 കിലോ ഡോളോമേറ്റ് ഒക്കെ ഇട്ട് മണ്ണിൻ്റെ പുളി പോകാൻ വേണ്ടിയിട്ട് ഒരാഴ്ച, ഒരു 10 ദിവസമെങ്കിലും നമ്മൾ ഇടണം. ഇട്ടതിന് ശേഷമേ നമ്മൾ അടിവളം എന്ന് പറയുമ്പോൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കമ്പോസ്റ്റ് വളങ്ങൾ, ഏറ്റവും നല്ലത് ട്രൈക്കോഡെർമ കമ്പോസ്റ്റാണ്. അതിനെക്കുറിച്ച് ഞങ്ങളൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കണ്ട് അതേപോലെ നമുക്ക് ട്രൈക്കോഡെർമ കമ്പോസ്റ്റ് ഉണ്ടാക്കി ഏത് വിളയ്ക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാം തരം ഒരു ജൈവവളമാണ്. അതോടൊപ്പം തന്നെ അതൊരു മരുന്ന് കൂടിയാണ്. നമ്മുടെ സസ്യങ്ങൾക്ക് വരുന്ന പല രോഗങ്ങൾക്കുള്ള ഒരു മരുന്ന് കൂടിയാണ്. അപ്പോൾ ട്രൈക്കോഡെർമ കമ്പോസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ജൈവവളം ഒരു 3-4 കിലോ ഇടുക. 1 കിലോ രാജ്ഫോസ് ഇടണം. രാജ്ഫോസ് വേര് വളരാനുള്ള വളമാണ്. 1 കിലോ വേപ്പും പിണ്ണാക്കും ഇട്ട് ആ മണ്ണുമായിട്ട് കൂട്ടിക്കലർത്തി അതിലൊരു ചെറിയ പിള്ളക്കുഴി എടുത്തിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള തൈകൾ നടുക. അപ്പം നട്ട് കഴിഞ്ഞാൽ
നമ്മൾ നടിയിൽ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മഴക്കാലം നമ്മൾ കാലവർഷത്തിലും അതുപോലെ ഇടവപ്പാതിയിലും 2 മഴക്കാലം ഉണ്ടല്ലോ. ഈ 2 മഴക്കാലത്തുമാണ് ഇത് നടാൻ പറ്റിയ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് നട്ടു കൊടുക്കാം. ഇപ്പം മഴക്കാലമാണ്, ഇപ്പം നട്ടു കൊടുക്കാം. നേഴ്സറിയിലൊക്കെ ഈ തൈകൾ, ഞാൻ ഈ പറഞ്ഞ തൈകളൊക്കെ കിട്ടും. ടിഷ്യൂ കൾച്ചർ കിട്ടും, അതുപോലെ തന്നെ നമുക്ക് വേരിൽ നിന്നുള്ള തൈകൾ കിട്ടും, അതുപോലെ തന്നെ പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളുമൊക്കെ കിട്ടും. അപ്പോൾ അതിലുള്ള ഏറ്റവും മികച്ച തൈകൾ തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ട് നടുക. നട്ട് കഴിഞ്ഞാൽ കൃത്യമായ പരിപാലനങ്ങൾ വേണം. വളപ്രയോഗം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ വളപ്രയോഗം എന്ന് പറയുമ്പോൾ അതിന് വളരുന്നതിനനുസരിച്ച് നമ്മൾ അതിനുവേണ്ടി നൈട്രജൻ വളങ്ങൾ, ഫോസ്ഫറസ് വളങ്ങൾ, പൊട്ടാഷ് വളങ്ങളൊക്കെ കൊടുക്കണം. അതാണ് ഏറ്റവും കൂടുതൽ സസ്യങ്ങൾ എല്ലാ വിളകൾക്കും വേണ്ടുന്ന പോഷകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോഷകങ്ങൾ ഈ പറഞ്ഞ 3 എണ്ണമാണ്. വളപ്രയോഗം എന്ന് പറയുമ്പോൾ തൈക്ക് നമ്മുടെ NPK ശുപാർശ എന്ന് പറയുന്നത് 50, 100, 50 എന്നാണ്. 50 ഗ്രാം നൈട്രജനും 100 ഗ്രാം ഫോസ്ഫറസും 50 ഗ്രാം പൊട്ടാഷും എന്നാണ് കണക്ക്. അപ്പോൾ ഇത്രയും കിട്ടാൻ ഏകദേശം ഒരു 100 ഗ്രാം പിന്നെ യൂറിയയും അതുപോലെ 100 ഗ്രാം ഫോസ്ഫറസ് കിട്ടാൻ ഏതാണ്ട് 1/2 കിലോ രാജ്ഫോസും, അതുപോലെ തന്നെ 50 ഗ്രാം പൊട്ടാഷ് കിട്ടാൻ ഏതാണ്ട് 100 ഗ്രാം പൊട്ടാഷും മതിയാവും. അത്രയും ആണ് ഒരു വർഷം കൊടുക്കേണ്ടത്. പക്ഷേ ഇത് പല തവണകളായിട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ മഴക്കാല ആരംഭത്തിലും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുമ്മായ പ്രയോഗമാണ്. അപ്പോൾ ചെറുതിനാണെങ്കിൽ ഒരു 1/2 കിലോ ഡോളോമേറ്റ് മഴക്കാല ആരംഭത്തിൽ കൊടുക്കുക. ഒരു 3 ആഴ്ച കഴിഞ്ഞ് ഒരു 10 കിലോ എങ്കിലും ജൈവവളം കൊടുക്കുക. അതിനുശേഷം മഴ മാറ്റത്തോടുകൂടി മണ്ണിൽ ഈർപ്പമുള്ളപ്പോഴാണ് രാസവളങ്ങൾ കൊടുക്കേണ്ടത്. ഇത് വലിയ മരങ്ങൾക്കും ബാധകമാണ്. വലിയ മരങ്ങൾക്കും ഈ പറഞ്ഞ മരത്തിൻ്റെ വലിപ്പം അനുസരിച്ച് 2 കിലോ വരെ ഡോളോമേറ്റ് അല്ലെങ്കിൽ നീറ്റ് വെക്കുക, അല്ലെങ്കിൽ കുമ്മായം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊരു 10 മുതൽ 20 കിലോ വരെ മുതിർന്ന ഒരു ശീമപ്ലാവിന് കൊടുക്കാം. പിന്നെ ഇതിന് NPK എന്ന് പറഞ്ഞാൽ മുതിർന്ന നല്ലപോലെ കായ്ക്കുന്ന ഒരു മരത്തിന് NPK ശുപാർശ എന്ന് പറഞ്ഞാൽ 500 ഗ്രാം നൈട്രജനും 1 കിലോ ഫോസ്ഫറസും 1 കിലോ പൊട്ടാഷും എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ 500 ഗ്രാം നൈട്രജൻ കിട്ടാൻ യൂറിയ ആണെങ്കിൽ 1 കിലോ യൂറിയ വാങ്ങിച്ചാൽ ആ ചാക്കിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും 46% N എന്ന് പറഞ്ഞാൽ 1 കിലോ യൂറിയയിൽ 460 ഗ്രാമോളം നൈട്രജൻ എന്ന് പറഞ്ഞ മൂലകമുണ്ട്. അപ്പം യൂറിയ ഏതാണ്ട് 1 കിലോ സംതിങ് കുറച്ചും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള നൈട്രജൻ കിട്ടും. പക്ഷെ അത് ഒരു തവണയായിട്ട് കൊടുക്കരുത്, പല തവണയായിട്ട് വേണം കൊടുക്കാൻ. ഒരു തവണയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലീച്ച് ഔട്ട് ആവുക, അല്ലെങ്കിൽ പിന്നെ പലതരത്തിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പല ഗഡുക്കളായിട്ട് വളങ്ങൾ കൊടുക്കുന്നത്, രാസവളം കൊടുക്കുന്നതാണ് കൂടുതൽ പ്രയോജനപ്രദം. അതുപോലെ 1000 ഗ്രാം പിന്നെ ഫോസ്ഫറസ് കിട്ടണമെങ്കിൽ രാജ്ഫോസോ മസൂരി ഫോസോ ഒക്കെ ആണെങ്കിൽ ഏതാണ്ട് 18 മുതൽ 20% ആ ചാക്കിൻ്റെ പുറത്ത് ഫോസ്ഫറസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഏതാണ്ട് 5 കിലോ 5.5 കിലോ ഉണ്ടെങ്കിൽ രാജ്ഫോസോ അല്ലെങ്കിൽ മസൂരി ഫോസോ ഉണ്ടെങ്കിൽ അതിനാവശ്യമുള്ള ഫോസ്ഫറസ് ആവും. 1 കിലോ പൊട്ടാഷ് കിട്ടാൻ 1 കിലോ പൊട്ടാഷ് കിട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊട്ടാഷിൻ്റെ ചാക്കിൻ്റെ പുറത്ത് 60% K2O എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പൊട്ടാഷ് ഉണ്ടെന്നാണ്. പൊട്ടാഷ് എന്ന് പറഞ്ഞ മൂലകമുണ്ട് എന്ന് വെച്ചാൽ 1 കിലോ പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊട്ടാഷിൽ 600 ഗ്രാം പൊട്ടാഷ് എന്ന് പറഞ്ഞ മൂലകമുണ്ട്. അപ്പം നമുക്ക് 1 കിലോ കിട്ടാൻ നിങ്ങൾ കണക്ക് കൂട്ടി എടുത്താൽ മതി. അതുകൊണ്ട് 1.5 കിലോ ഒക്കെ എടുത്താൽ 1.5 കിലോളം, 1.5 അല്ല 1.25 കിലോട് 1.800 എടുത്താൽ നമുക്ക് ഇതിന് ആവശ്യമുള്ള 1 കിലോ പൊട്ടാഷ് കിട്ടും. ഇതും പലതവണകൾ ആയിട്ട് വേണം കൊടുക്കാൻ. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കായ് പൊഴിച്ചലിന് കാരണക്കാരായിട്ടുള്ള സൂക്ഷ്മമൂലകങ്ങൾ ഒരുവിധം നമ്മൾ ഈ പിന്നെ ജൈവവളങ്ങൾ ഇടുന്നതിലൂടെ കിട്ടുമെങ്കിൽ കൂടി നമ്മുടെ കേരളത്തിൽ പൊതുവെ ബോറോൺ എന്ന് പറഞ്ഞ മൂലകത്തിൻ്റെ കുറവ് വലുതായിട്ടുണ്ട്. ബോറോണാണ് ഈ കായ് പൊഴിച്ചലിനും പിന്നെ പൂക്കൾ കൊഴിയുന്നതിനും ഒരു കാരണമായിട്ടുള്ളത്. അപ്പോൾ ബോറാക്സ് എന്ന് പറയുന്ന വളം കിട്ടും. വലിയൊരു മരത്തിന് ഒരു 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെ നമുക്ക് വേണമെങ്കിൽ ബോറാക്സ് കൊടുക്കാം. ചെറുതിനാണെങ്കിൽ ഒരു 20 ഗ്രാം ഒക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന് വലിയൊരു ഡെഫിഷ്യൻസി ആയിട്ട് കാണുന്നത് മെഗ്നീഷ്യത്തിൻ്റെ കുറവാണ്. അപ്പോൾ ഈ ഇലയൊക്കെ വേണ്ടത്ര പച്ച നിറമില്ലാതെ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ലക്ഷണം. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്ന വളം കൊടുക്കണം. ഒരു 100 ഗ്രാമാണ് വലിയൊരു മരത്തിന്
കൊടുക്കേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ ചെറിയ മരത്തിന് അതിനനുസരിച്ച് കുറച്ച് കൊണ്ടുവന്ന് കൊടുക്കാം. 20 ഗ്രാം, 30 ഗ്രാം, 50 ഗ്രാം അങ്ങനെ. അപ്പം ഇതാണ് ഇതിൻ്റെ പ്രധാന വളങ്ങൾ. ഇനി പറയുന്നത് നമ്മുടെ ശീമപ്ലാവിന് വരാവുന്ന കീടങ്ങളെക്കുറിച്ചാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് മീലിമുട്ടയും തണ്ടുതുരപ്പനുമാണ്. തണ്ടുതുരപ്പൻ എന്ന് പറഞ്ഞാൽ തടി തുരന്ന് പോകുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ചിലപ്പോൾ ഉണങ്ങിപ്പോകും. പിന്നെ മീലിമുട്ട നമ്മുടെ ഇലയിലും കായിലും തണ്ടിലും ഒക്കെ വരാം. അപ്പം ഇത് രണ്ടുമാണ് പ്രധാന ശത്രുക്കൾ. വേറെയും കീടങ്ങളുണ്ട്, എങ്കിലും പ്രധാന ശത്രുക്കൾ ഇതാണ്. ഇതിനെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് ബിവേറിയ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ബിവേറിയ ഭാസിയാന എന്ന് പറയുന്ന ഒരു മിത്ര ഫംഗസ് ഉണ്ട്. അതിൻ്റെ കൾച്ചർ വാങ്ങിക്കാൻ കിട്ടും. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഇങ്ങനെ തണ്ടുതുരപ്പനും അതുപോലെ തന്നെ മീലിമുട്ടയും വരാൻ സാധ്യത ഉണ്ടെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ ഇത് തളിച്ചു കൊടുക്കാം, ചുവട്ടിലൊഴിച്ചും കൊടുക്കാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ തണ്ടുതുരപ്പനിൽ നിന്ന് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ മീലിമുട്ടയിൽ നിന്ന് സംരക്ഷണം നൽകും. അതുകൂടാതെ തന്നെ വേറെണ്ണമുണ്ട്, വെർട്ടിസിലിയം ലെക്കാനി എന്ന് പറഞ്ഞ ഒരു മിത്ര കുമിൾ, അതിൻ്റെയും കൾച്ചർ വാങ്ങിക്കാൻ കിട്ടും. അതും ഈ പറഞ്ഞ പോലെ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മീലിമുട്ടയ്ക്ക് അത് ബെസ്റ്റാണ്. അപ്പം മീലിമുട്ടയെ നമുക്ക് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു മിത്ര കുമിളാണ്. അപ്പോൾ അതുകൂടാതെ തന്നെ നമുക്ക് വേപ്പധിഷ്ഠിത കീടനാശിനിയുണ്ട്, ഇംബിസിഡിൻ, നീമാസോൾ, അസാഡിറാക്ട് എന്നൊക്കെ പറഞ്ഞ്. അത് വേണമെങ്കിൽ ഒരു 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തും ഇതിനെ നിയന്ത്രിക്കാം. ഇതിന് വരുന്ന ഒരു രോഗമാണിത്. കണ്ട, ഇതിൻ്റെ ഒരു കറുത്ത കളർ കണ്ടില്ലേ? ഇതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം. ഇതിൻ്റെ ചുവട് ഭാഗത്ത് ചെറുതായിട്ട് കറുപ്പ് വരും. കറുപ്പ് വന്നതിന് ശേഷം ഒരു കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ഭാഗത്ത് ഒരു പഞ്ഞി പോലെ, ഇത് വരാൻ തുടങ്ങിയേ ഉള്ളൂ, പഞ്ഞി പോലെ ഒരു മൈസീലിയം വരും, ഫംഗസിൻ്റെ മൈസീലിയം. അങ്ങനെ കണ്ടാൽ ഇത് നമ്മൾ രോഗമാണെന്ന് മനസ്സിലാക്കുക. ഇത് ശരിക്കും രോഗമാണ്. അപ്പോൾ ഇതാണ് മറ്റേ അതേസമയം വിളവ് കുറവുണ്ടെങ്കിൽ, അല്ല വളക്കുറവുള്ളതാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും കാണത്തില്ല. നല്ല ഈ ചക്കയ്ക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, ഒരു കളർ വ്യത്യാസം കാണത്തില്ല, നല്ല ആരോഗ്യമുള്ള കായായിരിക്കും. വേണമെങ്കിൽ നമുക്കത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും, പക്ഷേ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷേ ഇത് രോഗമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാന രോഗം എന്ന് പറയുന്നത്. ഇതൊരു കുമിൾ രോഗമാണ്. ഇതിനെതിരെ നമുക്ക് ഫലപ്രദമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിയന്ത്രിക്കാൻ ബോർഡോ മിശ്രിതമാണ് ചെയ്യാൻ നല്ലത്. മഴക്കാല ആരംഭത്തിൽ, മഴ സമയത്തും. ഇത് നമ്മൾ മാർച്ച് മാസത്തിൽ തുടങ്ങി മെയ് മാസത്തിൽ അവസാനിക്കുന്ന ഒരു ആദ്യത്തെ വിളവെടുപ്പ് കാലം, അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബറിലെ രണ്ടാമത്തെ വിളവെടുപ്പ് കാലം. ഈ സമയത്ത് മഴക്കാല ആരംഭത്തിനും മഴയ സമയത്ത് പശ ചേർത്തും ബോർഡോ മിശ്രിതം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫലപ്രദമായിട്ട് നമുക്ക് ഇതിനെ നിയന്ത്രിക്കാം. ബോർഡോ മിശ്രിതം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ വിശദമായ ഒരു വീഡിയോ നമ്മുടെ മീറ്റ് ദ ലെൻസ് എന്ന ചാനലുണ്ട്, കാണുക. അതേപോലെ ഉണ്ടാക്കി, അത് പറഞ്ഞ രീതിയിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിച്ചാൽ ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാം. അതേപോലെ തന്നെ ഇതിന് രാസ കുമിൾനാശിനിയുമുണ്ട്, കോപ്പർ ഓക്സിക്ലോറൈഡ്. അതൊരു 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് 3 മുതൽ 4 ഗ്രാം ഇതിന് സ്പ്രേ ചെയ്യുകയും ചുവട്ടിലൊഴിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാം. പിന്നെ ജൈവ രീതിയിലാണെങ്കിൽ, ജൈവ രീതിയാണ് നമ്മുടെ ബോർഡോ മിശ്രിതം എന്ന് പറയുന്ന ഒരു ജൈവ കുമിൾനാശിനിയാണ്. അതുകൂടാതെ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് പതിവായിട്ട് ഇടുകയാണെങ്കിൽ ഈ രോഗം വരില്ല. അതേപോലെ തന്നെ ട്രൈക്കോഡർമ 20 ഗ്രാം നമ്മുടെ ചാണകത്തെളിക്കകത്ത് ചേർത്തിട്ട് ഈ സ്പ്രേ ചെയ്ത് കൊടുത്താൽ, വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും ഈ രോഗം വരില്ല. അതുപോലെ തന്നെ സ്യൂഡോമോണാസ് ഫ്ലൂറിസെൻസ് എന്ന് പറയുന്ന ഒരു മിത്ര പിന്നെ ബാക്ടീരിയ കൾച്ചർ വാങ്ങിക്കാൻ കിട്ടും. അത് ഈ പറയുന്ന പോലെ 20 ഗ്രാം ശുദ്ധജലത്തിൽ, 1 ലിറ്റർ ശുദ്ധജലത്തിൽ കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചുവട്ടിലൊഴിക്കുകയും ചെയ്താൽ ഈ തരത്തിലുള്ള രോഗം വരത്തില്ല. എന്തായാലും ശരി, നമ്മുടെ വീട്ടിൽ ഒരു ശീമപ്ലാവ് ഉണ്ടെങ്കിൽ ഒരു ശരാശരി ഒരു 200 മുതൽ 400 ഗ്രാം കായ് വരെ ഒരു മരത്തിൽ നിന്ന് കിട്ടും, മരത്തിൻ്റെ വലിപ്പം അനുസരിച്ച്. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വലിപ്പം കൂടുതലാണ്. പല ആൾക്കാരും പറയാറുണ്ട് വലിപ്പം കൂടുതലാണ്. നമുക്കതിനെ പ്രൂൺ ചെയ്ത് നിർത്താം, ഉയരം ക്രമീകരിക്കാൻ മണ്ട കോതി നിർത്താം. അതുപോലെ തന്നെ വശങ്ങളിലേക്കുള്ളത് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നമുക്ക് നിർത്താം. അപ്പം നമുക്ക് അനുയോജ്യമായ വലിപ്പത്തിൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒതുക്കി നിർത്താം. തീർച്ചയായിട്ടും ഇതിൻ്റെ ഇത് ഒട്ടുകമ്പ് ഇത്തരത്തിൽ വരുന്ന മുകുളങ്ങൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് നമ്മുടെ ആഞ്ഞിലി തൈ ഉണ്ടാക്കിയിട്ട് അതിൽ ഒട്ടിച്ച് ചേർത്താൽ നമുക്ക് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാം. ഇത്തരത്തിൽ നമുക്ക് പലതരത്തിൽ നമുക്ക് തൈകൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, പതിവ് വെച്ചെടുക്കാം.
അതുപോലെ തന്നെ വലിയ ശീമപ്ലാവിൻ്റെ ചുവട്ടിൽ നിന്ന് വേരുകളിൽ നിന്ന് പുതിയ കിളിർപ്പ് വരും. ആ കിളിർപ്പ് അടർത്തിയെടുത്ത് നമുക്കൊരു പുതിയ തൈയായിട്ട് നമുക്ക് നട്ടുവെക്കാം. എന്തായാലും നല്ല തൈ വേണം നമുക്ക് നടാൻ.